സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടെ സുപ്രഭാത വന്ദനം. നമ്മളുടെ സുപ്രഭാതത്തിലെ ഈ വേദ സന്ദേശം വൈകുന്നേരത്തെ ഭഗവത്ഗീത സന്ദേശം, 4 മണിക്കുള്ള വേദ പഠനം, ഇതെല്ലാം നമ്മളുടെ പൈതൃകം എന്താണ് എന്തല്ല എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്താനാണ്. നമ്മൾ വളർന്നത് വേദമന്ത്രങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മന്ത്രാർത്ഥ സന്ദേശങ്ങൾ, ഭഗവത്ഗീതയുടെ ഉൾക്കാഴ്ച, ഇതൊന്നും ലഭിക്കാതെയാണ്. എന്തൊക്കെയോ ഒരു പുസ്തകം കുറേ ബ്രാഹ്മണർക്ക് വേണ്ടി സവർണർക്ക് വേണ്ടി എഴുതിയതാണ് എന്ന ധാരണയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത് ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ അതിന് എന്ത് പ്രാധാന്യമാണുള്ളത് എന്ന രീതിയിലുള്ള ചിന്തയോടുകൂടിയാണ് നമ്മളിതെല്ലാം വീക്ഷിച്ചിരുന്നത്, പഠിക്കാതിരുന്നത്, അറിയാൻ പോലും താല്പര്യം കാണിക്കാതിരുന്നത്. അതിൽ നിന്ന് മാറി ആയിരക്കണക്കിന് വ്യക്തികൾക്ക്, 10,000 എന്ന് പറയുന്നില്ല, ആയിരക്കണക്കിന് വ്യക്തികൾക്ക് നമ്മളുടെ ഈ ക്ലാസ്സിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം എപ്പോഴെങ്കിലുമൊക്കെ കേൾക്കാൻ സാധിച്ചാൽ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ എത്ര സാധിക്കോ, ആർക്ക് സാധിക്കോ, എപ്പോൾ സാധിക്കോ, എങ്ങനെ സാധിക്കോ, എവിടെ വെച്ച് സാധിക്കുമോ അതൊന്ന് കേൾക്കാൻ. ഇനി നമ്മൾ ഇന്ന് 1-ാമത്തെ മണ്ഡലത്തിലെ 9-ാമത്തെ സൂക്തം നമുക്ക് വളരെ വേഗത്തിൽ വായിച്ച് അതിൻ്റെ അർത്ഥ സന്ദേശം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 1-ാമത്തെ മണ്ഡലത്തിൽ 9-ാമത്തെ സൂക്തമാണ്. ഇന്ദ്രേ ഹിമത്സ്യന്ദാസോ വിശ്വേഭി സോമപർവാഭിഃ മഹാൻ അഭിഷ്ടിരോജസാം ഏമേനം സൃജതാ സുദേമം ദിമിന്ദ്രായ മന്ദിനേ ചക്രം വിശ്വാനി ചക്രയേ മത്സ്വാശുഷിപ്രമം ദേഭിസ്തോമേഭിർവിശ്വചർഷണേ സചൈഷു സവനേഷ്വാം അസൃഗ്രമിന്ദ്രതേഗിരപ്രതിത്വാമുദാഹ സദാ അജോഷാ വൃഷഭം പതിം സഞ്ചോദയാച്ചിത്രമർവാ ഗ്രാദായിന്ദ്രവരേണ്യമസദിത്തേ വിഭുപ്രഭോ അസ്മാൻ സുതത്ര ചോദയേന്ദ്രരായേരഭസ്വദ ത്വവിദ്യം ന യസസ്വദഃ സംഗോമാഭിന്ദ്രവാജേ വദസ്മേ പൃഥുശ്രവോ ബൃഹദ്വിശ്വായുർദേഹ്യക്ഷീതം അസ്മേ ദേഹി ശ്രവോ ബൃഹദ്യുമ്നം സഹസ്രസാതാമം ഇന്ദ്രത്താരധിനീരീശാഃ വസോരിന്ദ്രം വസൂപതിം ഗർഭർഗൃണന്തർഗ്നിയം ഹോമഗന്ധാരമൂദയേ സുതേ സൂതേന്യോകസേ ബൃഹദയേ ദരിഹീന്ദ്രായ ശൂഷമർച്ചതി. അപ്പോൾ 9-ാമത്തെ സൂക്തം കഴിഞ്ഞു. അതിൽ 9-ാമത്തെ സൂക്തത്തിൽ 10 ഋക്കുകളാണ് നേരത്തെ ഉള്ളതുപോലെ ഉള്ളായിരുന്നത്. ഇനി ഇതിൻ്റെ സന്ദേശം നമുക്ക് വളരെ വളരെ സ്പീഡിൽ, എന്തിനാ സ്പീഡിൽ വായിക്കുന്നത്? ജസ്റ്റ് ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ സന്ദേശം വായിക്കുന്നത്. വേദം എന്താണ്, വേദം എന്തല്ല എന്നുള്ളതൊന്നും അറിയാൻ വേണ്ടി മാത്രം. ഈശ്വരൻ ഈ ബ്രഹ്മാണ്ടത്തിലെ ഓരോ അണുവിലും തികവാർന്നവായിരിക്കുന്നു. ഈ സമസ്ത ലോകത്തെയും എന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഈശാവാസ്യം ഇദം സർവം യത്കിഞ്ചിത് ജഗത്യാം ജഗത്. ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈശ്വരൻ്റെ ക്രിയേഷൻ എന്നല്ല, മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ്. മറ്റു മതങ്ങൾ ഗോഡ് ക്രിയേറ്റഡ് ദ വേൾഡ് എന്ന് പറയുമ്പോൾ ഹിന്ദു ധർമ്മം പറയുന്നു ഗോഡ് മാനിഫെസ്റ്റഡ് ആസ് ദ വേൾഡ്. അപ്പോൾ ഈശാവാസ്യം ഇദം സർവം, എല്ലാത്തിലും ഈശ്വര ചൈതന്യമുണ്ട്. അതിബൃഹത്തായ സൂര്യൻ എല്ലാ പദാർത്ഥങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്നു. സൂര്യൻ്റെ ആകർഷണം, എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റി കറങ്ങുന്നത്, അവയെല്ലാം സൂര്യൻ തന്നിലേക്ക് ആകർഷിക്കുന്നു. കൂടാതെ സമസ്ത പദാർത്ഥങ്ങളെയും അവയുടെ പരസ്പര ആകർഷണ ശക്തി അനുസരണമായി ഒരു നിശ്ചിത സ്ഥാനത്ത് നിർത്തി സംരക്ഷിക്കുന്നു.
എല്ലാം പരസ്പരം ആകർഷിക്കുന്നുണ്ട്. സർ ഐസക് ന്യൂട്ടന്റെ റൂളാണത്. ഈച്ച് ബോഡി അട്രാക്ട്സ് ഈച്ച് അതർ. മാത്രമല്ല ആ ആകർഷണമാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സും സെൻട്രിപെറ്റൽ ഫോഴ്സും കൊണ്ട് ഇതിനെ എല്ലാത്തിനെയും ഒരു സ്ഥാനത്ത് നിർത്തുന്നത്. ഈശ്വരൻ, ഈ ബ്രഹ്മാണ്ടത്തിലെ പ്രകൃതി ശക്തി, പ്രപഞ്ചശക്തി, ഭഗവാൻ, ദൈവം, ഈശ്വരൻ, ബ്രഹ്മം, ഏത് വാക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ബ്രഹ്മാണ്ടത്തിലെ സമസ്ത പരമാണുവിലും വർത്തിക്കുന്നത് പോലെ സൂര്യന്റെ ആകർഷണവും സമസ്ത പദാർത്ഥങ്ങളിലുമുണ്ട്. ആകർഷണ ശക്തിയെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് വൈദ്യുതിയെ കാണാൻ സാധിക്കില്ല. കാന്തിക ശക്തിയെ നമുക്ക് കാണാൻ സാധിക്കില്ല. ശബ്ദ തരംഗത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ സൂര്യന്റെ ആകർഷണ ശക്തിയെയും നമുക്ക് കാണാൻ സാധിക്കില്ല. സൂര്യപ്രകാശത്തെയും താപത്തെയും അനുഭവിക്കാൻ സാധിക്കും, ആകർഷണ ശക്തിയെയും അനുഭവിക്കാൻ സാധിക്കും. ഈ പ്രപഞ്ചം ഒരു ഊർജ ചൈതന്യത്തിന്റെ ചരടിൽ യഥാർത്ഥം കോർക്കപ്പെട്ടിരിക്കുന്നു എന്ന അത്യന്തം നിഗൂഢമായ പ്രപഞ്ച രഹസ്യം വൈദിക ഋഷിമാർ അറിഞ്ഞിരുന്നു എന്ന കാര്യം ഈ മന്ത്രം വെളിവാക്കുന്നു. അടുത്തത്, വെള്ളം ചൂടാക്കി കിട്ടുന്ന ആവി കൊണ്ട് വൈദികർ യന്ത്രങ്ങൾ ചലിപ്പിച്ചിരുന്നു. വായുശക്തി കൊണ്ട് അപ്രകാരം കാര്യങ്ങൾ നേടിയിരുന്നു. ഈ പ്രപഞ്ചത്തിൽ സുഖകരമായി ജീവിക്കാൻ അനേകം ഭൗതിക നേട്ടങ്ങൾ കൈവരിക്കണം. തന്മൂലം മനുഷ്യർക്ക് ജീവിത സൗകര്യങ്ങൾ എന്ന നിലയിലുള്ള ഐഹിക ഗുണങ്ങൾ കൂടുതൽ ലഭിക്കുന്നു. ഈ ഭൗതിക ജീവിതത്തെ സമ്പന്നമാക്കും കണ്ടുപിടുത്തങ്ങളിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾക്ക് ഒരു പ്രായോഗിക തലമുണ്ട്. അതാണ് ജലം, അഗ്നി, വായു എന്നിവയുടെ ഊർജത്തെ പ്രയോജനപ്പെടുത്തുന്ന ശാസ്ത്രീയമായ കാര്യം എന്നറിയുക. പരമസത്യത്തെ അറിയുന്ന ധാർമ്മികന്മാരായ കർമ്മനിരതരായ യാഗം ചെയ്യുന്ന യാജ്ഞികർ തങ്ങളോടൊപ്പം സകല ജനങ്ങളും ഐശ്വര്യവും അഭിവൃദ്ധിയും അനുഭവിക്കണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നു. വേദം പഠിച്ചവരും പഠിപ്പിക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരും എല്ലാം വിചാരിക്കുന്നത് തങ്ങളോടൊപ്പം എല്ലാ ജനങ്ങളും, സകല ജനങ്ങളും ഐശ്വര്യവും അഭിവൃദ്ധിയും അനുഭവിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. പ്രപഞ്ച സംരക്ഷകനായ ഇന്ദ്രൻ വിജ്ഞാനനിധിയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സർവചരാചരത്തിൻ്റെയും ഉത്ഭവവും നിലനിൽപ്പും അതുപോലെ തന്നെ സംഹാരവും ഈ പ്രപഞ്ച ശക്തിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് വിജ്ഞാനത്തിൻ്റെ നിധിയാണ്. ആനന്ദവും അറിവും അദ്ദേഹം തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. സാധകന്റെ ഇന്ന് രാവിലെ നല്ല തണുത്ത കാറ്റ്, തണുത്ത അന്തരീക്ഷം. ശരിക്കും കന്നിമാസത്തിൽ കന്നി വെറിയാ വേണ്ടത്. പക്ഷെ ഇന്നത്തെ തണുപ്പ് എന്തൊരു സുഖമാണ്, എന്തൊരു ആനന്ദദായകമാണ്. നമ്മൾ റോട്ടിലൂടെ അല്ലെങ്കിൽ പറമ്പിലൂടെ നടക്കുമ്പോൾ കിട്ടുന്നത് അത് പ്രകൃതി നമുക്ക് കനിഞ്ഞരുളുന്നതാണ്. സാധകന്റെ അനുഷ്ഠാനോപാധിയിലൂടെയാണ് അപ്രകാരമുള്ള ആനന്ദവും അറിവും പ്രദാനം ചെയ്യുന്നത്. ഇന്ദ്രസ്തുത്യാത്മകങ്ങളായ മന്ത്രങ്ങളും അർച്ചനയും പൂജയും ധ്യാനവുമെല്ലാം സാധകൻ നടത്തുന്നു. മനസ്സിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി, ഒരു സന്തോഷം ഇതെല്ലാം ലഭിക്കുന്നത് കൊണ്ടാണ് ഓരോരുത്തരും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്രതങ്ങളും എല്ലാവിധത്തിലുള്ള ഭാഗവത പാരായണം ചെയ്യുന്നതും ഭഗവത്ഗീത കേൾക്കുന്നതും. ആ ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം, അതാണ് നമ്മളെ ഇതെല്ലാം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതിനാൽ സന്തുഷ്ടനായാണ് ഇന്ദ്രദേവൻ ആനന്ദാദികൾ പ്രദാനം ചെയ്യുന്നത്. സ്വയം സന്തോഷത്തോടുകൂടി ഇരിക്കാം, എന്നാലേ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ സാധിക്കുള്ളൂ. കരയുന്നവന് മറ്റുള്ളവൻ്റെ കരച്ചിൽ മാറ്റാൻ സാധിക്കില്ല. കരയുന്നവൻ മറ്റുള്ളവൻ്റെ കരച്ചിൽ മാറ്റാൻ പോയാൽ കരച്ചിൽ ഈക്വൽ ടു കൂട്ടക്കരച്ചിലാവും. അതുകൊണ്ട് സന്തോഷത്തോടുകൂടി, ആശ്വാസത്തോടുകൂടി, സമാധാനത്തോടുകൂടി ഇരിക്കുന്നവന് മാത്രമേ ദുഃഖിക്കുന്നവനെ ആശ്വസിപ്പിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഇന്ദ്രൻ വളരെ ഉയർന്ന നിലവിൽ നിൽക്കുന്ന പ്രപഞ്ച ശക്തിയാണ്. ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയായ സർവ്വതിനെയും ആ ഇന്ദ്ര മഹാപ്രഭു പ്രപഞ്ച ചൈതന്യം ആശ്വസിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു, സംതൃപ്തിയിലേക്ക് നയിക്കുന്നു. ഇത്തരം അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാൻ സാധകന് സദ്ബുദ്ധി വേണം, നല്ല ചിന്തകൾ വേണം, നല്ല തോന്നലുകൾ വേണം, നല്ല സംസ്കാരം വേണം, നല്ല പൈതൃകം വേണം, നല്ല കുടുംബത്തിൽ ജനിക്കണം, നന്മയുടെ പ്രതീകമാകണം. അതിനും മഹാപ്രഭു അനുഗ്രഹിക്കണം. അതിനും എല്ലാവർക്കും ഇത് സാധിക്കില്ല. പലരും നമ്മളുടെ പൈതൃകത്തെയും സംസ്കാരത്തെയും ഇതിനെയൊക്കെ അതിന് നിഷേധിക്കുന്നു, പുച്ഛിക്കുന്നു, അപഹേളിക്കുന്നു. കാരണം ജനിച്ചു വളർന്ന ചുറ്റുപാടുകൾ, മാതാപിതാക്കളുടെ പ്രത്യേകത, കുടുംബത്തിൻ്റെ അന്തരീക്ഷം, ആ പ്രദേശത്തെ പ്രത്യേകത, ഇവരുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികളുടെ പ്രത്യേകത, ഇതെല്ലാം കാരണം പലരും എതിർചേരിയിൽ നിൽക്കുന്നു. അപ്പോൾ അവർക്ക് ആനന്ദിക്കാനും സന്തോഷിക്കാനും ലഭിക്കുന്ന അവസരം അവർ തന്നെ ഇല്ലാതെയാക്കുന്നു. വലിയ നഷ്ടവും വലിയ ചെലവും ഒന്നുള്ളതല്ല ഈശ്വര വിശ്വാസവും ആരാധനയും ധ്യാനവും കുറച്ച് കീർത്തനങ്ങൾ കേൾക്കലും കുറേ ആചാരങ്ങൾ അനുഷ്ഠിക്കലും വലിയ ചിലവുള്ളതൊന്നുമല്ല.
പക്ഷെ ഏറ്റവും ചിലവുള്ളത് 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കലും ബാക്കി പലതും നമ്മൾ പൈസ ചിലവാക്കിയും സമയം ചിലവാക്കിയും അവസരങ്ങൾ ചിലവാക്കിയും ചെയ്യുമ്പോൾ ഇതൊന്നുമില്ലാതെ സംതൃപ്തി നേടുന്ന ധാരാളം വ്യക്തികളുണ്ട്. വേദമന്ത്രങ്ങളിൽ നിന്നാണ് ഒരുവൻ ഈശ്വരന്റെ സ്വഭാവവും ഗുണവും പ്രവൃത്തിയുമെല്ലാം അറിയുന്നത്. അതാണ് സത്യം. ഭാരതത്തിലെ പുരാണങ്ങളിൽ നിന്നോ ഇതിഹാസങ്ങളിൽ നിന്നോ അറിയുന്നതിനേക്കാൾ വേദമന്ത്രങ്ങളിൽ നിന്ന് അറിയുന്നു. പക്ഷെ ആ വേദമന്ത്രങ്ങൾ വായിച്ചു മനസ്സിലാക്കാൻ നമുക്ക് പലർക്കും പറ്റാത്തത് കൊണ്ട് വേദമന്ത്രങ്ങളിലെ അർത്ഥ സന്ദേശങ്ങൾ സംക്ഷിപ്തമായിട്ട് ഉപനിഷത്തുക്കളിലും വളരെ വിസ്തൃതമായിട്ട് പുരാണങ്ങളിലും വിവരിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ വ്യക്തി അധിഷ്ഠിതമായിട്ട് രാമായണത്തിലും മഹാഭാരതത്തിലും വിവരിക്കുന്നു. എന്തേ കാരണം? വേദങ്ങളും കുത്തിയിരുന്ന് കേട്ട് മനസ്സിലാക്കാൻ പലർക്കും അക്കാഡമിക്കലി സംസ്കൃത ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല, അത് വൈദിക സംസ്കൃതവും കൂടിയാണ്. ഈശ്വര മഹിമ വെറും വ്യക്തികളുടെ വചനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അനുബന്ധ ഗ്രന്ഥങ്ങളിൽ നിന്നോ അറിയാൻ പറ്റുകയില്ല. ഒരു വ്യക്തി എത്ര ബുദ്ധിമാനായാലും അയാളുടെ വൈഭവം കൊണ്ട് മാത്രം ഈശ്വരനെ അറിയുകയില്ല. ഒരുവൻ അവനെ പോലും ശരിക്കും അറിയാതിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് രൂപരസഗന്ധ സ്പർശങ്ങൾക്ക് അതീതമായ ഈശ്വരനെ അറിയുക? നമുക്ക് നമ്മളെ തന്നെ കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, നമ്മളുടെ പെരുമാറ്റം തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. പലരും പറയാറുണ്ട്, ഞാൻ അങ്ങനെ അയാൾ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാം മറന്ന് രണ്ടും കൊടുത്തു എന്ന്. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എൻ്റെ കൂടെയുള്ള എന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് രൂപവും ഭാവവും രസവും ഗന്ധവും ഒന്നുമില്ലാത്ത ഈശ്വരനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അതുകൊണ്ട് മനുഷ്യർ പ്രയത്നിച്ച വേദജ്ഞാനം, സത്യമായ അറിവ് ആർജിച്ച് അതിലൂടെ സർവ പദാർത്ഥജ്ഞാനം ഉൾക്കൊള്ളണം. ഇപ്രകാരം ഈശ്വരൻ, ആത്മാവ്, ഓരോ പദാർത്ഥങ്ങളും, മെറ്റീരിയൽ നോളജ് തുടങ്ങിയ എല്ലാ അറിവും വേദത്തിലൂടെ ആത്യന്തികമായി ലഭിക്കാൻ താല്പര്യമുള്ളവർക്ക് ലഭിക്കുള്ളൂ. വേദത്തിൽ അറിവിൻ്റെ സ്വരൂപം അടങ്ങിയിരിക്കുന്നു. അതിനാൽ മഹാദേവനായ ഇന്ദ്രദേവ, അങ്ങയുടെ വചനങ്ങൾ വേദം കൊണ്ട് തന്നെ അങ്ങയെ നാനാതരത്തിൽ വർണ്ണിക്കുന്നു. വേദത്തിലെ വരികൾ ഋഷിവര്യന്മാർ എഴുതിയത് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും എന്ന് നമ്മൾ അറിയുന്ന ഇന്ദ്രമഹാദേവന്റെ അറിവാണ്. സാധാരണക്കാരുടെ സ്തോത്രങ്ങളൊന്നും ഇന്ദ്രാദികളെ തൃപ്തിപ്പെടുത്താൻ പര്യാപ്തമല്ല. സാധാരണക്കാരുടെ അറിവ് പ്രപഞ്ചത്തിൻ്റെ അത്യഗാധമായ അറിവിൻ്റെ അടുത്തുപോലും എത്തുകയില്ല. അതുകൊണ്ട് ഈശ്വരീയമായ വേദവചനങ്ങൾ കൊണ്ട് തന്നെ എല്ലാവരും ഈ ഇന്ദ്രദേവനെ സ്തുതിക്കാം. അപ്പോൾ വേദത്തിൻ്റെ തന്നെ വേവ് ലെങ്തിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക, ആലപിക്കുക. മനുഷ്യന്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. ഈ പരിമിതമായ ബുദ്ധി കൊണ്ട് നമുക്ക് നേരിട്ട് സത്യത്തെ മനസ്സിലാക്കാൻ പറ്റുകയില്ല. അതിന് ഈശ്വരാനുഗ്രഹം തന്നെ വേണം, തുടർന്ന് പരിശ്രമവും വേണം. അപ്രകാരമായാൽ ഒന്നിൻ്റെയും ഇല്ലായ്മയുടെ ദുഃഖം ഉണ്ടാവുകയില്ല. മറിച്ച് ആനന്ദകരമായ ജീവിതത്തിന് ആവശ്യമായ പദാർത്ഥങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി കർമ്മനിരതനായാൽ അത് അയാൾക്കും സഹജീവികൾക്കും പ്രയോജനപ്പെടും. വ്യാവഹാരിക ജീവിതത്തിലെ മഹത്വവും പഠിപ്പും ഉദ്യോഗവും സ്വത്തും ധനവുമെല്ലാം ഇവിടെ പ്രസക്തമാണ്. വ്യാവഹാരിക ജീവിതത്തിൽ ആധ്യാത്മിക പൊരുൾ മാത്രമല്ല, ഭൗതിക പൊരുളും വേദമന്ത്രങ്ങളിലൂടെ, ഇന്ദ്രദേവന്റെ സ്തുതികളിലൂടെ, വിവരണങ്ങളിലൂടെ നൽകിയിരിക്കുന്നു. ഏതു വിധേനയും ആ ഭൗതിക പൊരുൾ തങ്ങളിലേക്ക് എത്തിക്കുക എന്ന നിലയിലുള്ള മന്ത്ര ഉപാസകന്റെ, സാധകന്റെ അഭ്യർത്ഥനയാണ് സഞ്ജോദയ ചിത്രം അർവാഗ്രാദ ഇന്ദ്രവരേണ്യം അസദിത്തേ വിഭു പ്രഭോ. ആ പ്രഭുവായ യജമാനനായ ഇന്ദ്രന്റെ സമസ്തവും നമുക്ക് അനുഗ്രഹാശിസിലൂടെ ലഭിക്കണം. ഉറച്ച ദൈവവിശ്വാസം ഉണ്ടെങ്കിലും എല്ലാം വിധി പോലെ ദൈവം തരും എന്ന് വിശ്വസിച്ചിരിക്കുന്നവരായിരുന്നില്ല സനാതനികൾ. ഉത്സാഹപൂർവം പ്രവൃത്തിയിൽ ഇടപെടുന്നവനെ മാത്രമേ ഈശ്വരൻ അനുഗ്രഹിക്കുകയുള്ളൂ. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമൗ ഷഡേതേ യത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയത്. ഉദ്യമം, എന്റർപ്രീനർഷിപ്പ്, സാഹസം, വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള കഴിവ്, ധൈര്യം, ബുദ്ധി, ശക്തി, മെന്റൽ പവർ, ഫിസിക്കൽ പവർ, പരാക്രമം, ഏതൊരു തടസ്സത്തെയും അടിച്ചു മാറ്റി
തെറിപ്പിച്ച് മുമ്പോട്ട് പോകാനുള്ള കഴിവ് എവിടെയുണ്ടോ ദൈവം തത്ര പ്രകാശയൻ, അവിടെ മാത്രമേ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈശ്വരനെല്ലാം തരുമെന്ന് പറഞ്ഞ് സനാതനധർമ്മത്തിലുള്ളവർ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. ഉത്സാഹപൂർവം പ്രവൃത്തിയിൽ ഇടപെടുന്നവന് മാത്രമേ ഈശ്വരൻ അനുഗ്രഹിക്കുകയുള്ളൂ എന്നവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യുന്ന സത്കർമ്മങ്ങളിലേക്ക് തങ്ങളെ നയിക്കുവാൻ ഇന്ദ്രദേവനോട് ഈശ്വരനോട് അഭ്യർത്ഥിക്കുന്നത്. എല്ലാം ഈശ്വരൻ തരുമെന്നല്ല, ഈശ്വരൻ തരാൻ പാകത്തിനുള്ള കർമ്മം ഞങ്ങൾക്ക് ചെയ്യാൻ അനുഗ്രഹാശിസുകൾ തരിക. ഈശ്വരാർപ്പണ ബോധത്തോടു കൂടി ഒരു നല്ല പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ അത് വിജയിക്കുക തന്നെ ചെയ്യും എന്ന വിശ്വാസവും ഈ മന്ത്രത്തിന്റെ പൊരുളാണ്. ഈശ്വരൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഭൗതികമായ ഈ വിരുന്ന് ഉത്സാഹിക്കു മാത്രമുള്ളതാണെന്നും പ്രയത്നിക്കുന്നവന് മാത്രമുള്ളതാണെന്നും സ്ഥിരോത്സാഹിക്ക് മാത്രമുള്ളതാണെന്നും അതിനാൽ ഓരോരുത്തരും കർമ്മനിരതന്മാരായി കൊള്ളുവിൻ എന്നും ഈ മന്ത്രം ആഹ്വാനം ചെയ്യുന്നു. നല്ലവനായ ഒരു വ്യക്തി ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ബ്രഹ്മചര്യം എന്ന വാക്കിന്റെ അർത്ഥം ബാച്ചിലറായി ജീവിക്കണം എന്നല്ല, പരമമായ ജീവിത ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിതം നയിക്കണം. ബ്രഹ്മം പ്ലസ് ചര്യം, പരമമായ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം, അത് ലക്ഷ്യമാക്കി പ്രവർത്തിക്കണം. ഉപഭോഗ വസ്തുക്കളോട് അമിത ആവേശമരുത്. ഭോജനാദി കാര്യങ്ങളിലും ആവശ്യത്തിനേ പാടുള്ളൂ. സ്വന്തം ഐശ്വര്യത്തിനും രാജ്യത്തിന്റെ ഐശ്വര്യത്തിനും പരിശ്രമിക്കണം. എത്ര ഭംഗിയായിട്ടാണ് പറയുന്നത്, രാജ്യത്തിന്റെ ഐശ്വര്യത്തിനും പരിശ്രമിക്കണം. ഓരോരുത്തരും ഒരു പുരുഷായുസ്സിനപ്പുറമുള്ള കാലത്തേക്ക് നേട്ടങ്ങൾ കൈവരിച്ച് ജീവിക്കണം. ഒരു പുരുഷായുസ്സിന് അപ്പുറത്തുള്ള കാലത്തേക്ക്, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം ഞാൻ ഉണ്ടാക്കലല്ല, എൻ്റെ കാലശേഷവും അടുത്ത അനവധി തലമുറകൾക്ക് എൻ്റെ പ്രവൃത്തിയുടെ ഫലം ഉണ്ടാകണം. അതുകൊണ്ട് ഒരു പുരുഷായുസ്സിന് അപ്പുറത്തുള്ള കാലത്തേക്കുള്ള നേട്ടങ്ങൾ കൈവരിച്ചു വേണം ജീവിക്കാൻ. ഇത് കേവലമായ ധ്യാനം കൊണ്ടോ തപസ്സുകൊണ്ടോ ആർജിക്കാവുന്നതല്ല. ഞാൻ ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്തു, നാമം ജപിച്ചു, വിഷ്ണു സഹസ്രനാമം ജപിച്ചു, ഞാൻ വേദം പഠിച്ചു. അല്ല, കർമ്മം ചെയ്യണം. ആ കർമ്മത്തിന്റെ റിസൾട്ടും റിവാർഡുമാണ് ഭൂമിയിൽ ശാശ്വതമായിട്ട് നിൽക്കുന്നത്. ഒരുവൻ കർമ്മോന്മുഖൻ കൂടിയാകുന്നെങ്കിലേ അത് സാധ്യമാവുകയുള്ളൂ. തൻ്റെ പുരുഷായുസ്സിനപ്പുറത്തുള്ള ഈ ലോകത്തിന് വേണ്ടി ഉത്സാഹത്തോടും അർപ്പണ ബുദ്ധിയോടും കൂടി എത്തിക്കണമെന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം. അതായത് ഭാവി തലമുറയ്ക്ക് കൂടി എൻ്റെ പ്രവൃത്തി സംഗോമാഭിന്ദ്രവാജവദസ്മേ പൃഥുശ്രവോ ബൃഹത് വിശ്വായുർദേഹ്യക്ഷീതം. ഇതിന്റെ അർത്ഥം എൻ്റെ കാലത്തിന് ശേഷവും ഞാൻ എൻ്റെ പ്രവൃത്തികളും ആ പ്രവൃത്തികളുടെ ഫലങ്ങളും പ്രതിഫലങ്ങളും ഈ ഭൂമിയിൽ നിലനിൽക്കണം. തലമുറകൾക്ക് അത് പ്രയോജനപ്പെടണം. പരനന്മയ്ക്ക് കൂടി ഈ ജീവിതം പ്രയോജനപ്പെടുത്തണം എന്ന ആഹ്വാനവും ഈ മന്ത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കീർത്തിക്കും ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും വേണ്ടിയുള്ള മനുഷ്യരുടെ പ്രാർത്ഥന ഇവിടെ വ്യക്തമാണ്. എന്ത് ഗംഭീരമാണെന്ന് നോക്കാം. ഞാൻ വെറുതെ ജീവിച്ച് മരിച്ചു പോയാൽ പോരാ, എനിക്ക് കീർത്തി ഉണ്ടാവണം. നെയിം ആൻഡ് ഫെയിം, ലോകം എൻ്റെ പ്രവൃത്തി അറിയണം. അതിന് അവാർഡ് കിട്ടാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് കുറേയധികം പദവികൾ കിട്ടാനോ അല്ല, ലോകത്തിന് വേണ്ടി ജീവിച്ചിട്ടാണ് ഞാൻ ഈ ലോകത്ത് നിന്ന് പോയത് എന്ന് എൻ്റെ മനസാക്ഷിയും എൻ്റെ മക്കളും അടുത്ത തലമുറയും പറയണം. ഐശ്വര്യം ദാരിദ്ര്യത്തിൻ്റെ പരമകാഷ്ഠയിൽ പോയി ജീവിക്കലല്ല, ഐശ്വര്യ സമ്പൂർണമായിട്ടുള്ള ഭൗതിക ജീവിതം നയിക്കണം. ആരോഗ്യത്തിന് ഒരു ഭക്ഷണവും കഴിക്കാതെ മെലിഞ്ഞ് ജീവിച്ച് ഒരു പ്രയോജനവും ഇല്ലാത്ത ജീവിതമല്ല, നല്ല ആരോഗ്യമുള്ള. ഇപ്പൊ കീർത്തിക്കും ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും വേണ്ടിയുള്ള മനുഷ്യരുടെ പ്രാർത്ഥനയാണ് ഈ മന്ത്രത്തിലുള്ളത്. ആയതിലേക്ക് പ്രവർത്തിക്കാൻ തങ്ങളെ സജ്ജമാക്കുമെന്നുള്ള അഭ്യർത്ഥനയും ഈ അന്തർഗതമായ ഈ മന്ത്രത്തിലുണ്ട്. തനിക്ക് ശേഷം പ്രളയം എന്ന തരത്തിലുള്ള ഒരു ചിന്ത വൈദിക മനുഷ്യർക്കില്ലായിരുന്നു. മരിച്ച ശേഷമുള്ള ഒരു അലൗകിക ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പം ഇവിടെ പ്രതിധ്വനിക്കുന്നുണ്ട്. അതായത് എൻ്റെ അടുത്ത ജന്മം, പിന്നത്തെ ജന്മം, ഇതെല്ലാം സന്തോഷമാകണമെങ്കിൽ ഈ കർമ്മം എന്ന് പറയുന്നത് അനസ്യൂത പ്രവാഹമാണ്. കാലം അനസ്യൂത പ്രവാഹം പോലെ എൻ്റെ ആത്മാവ് ശരീരം മാറി പോകുമ്പോൾ എൻ്റെ പ്രവൃത്തികളെല്ലാം ആ ആത്മാവ് തിരഞ്ഞെടുക്കപ്പെടുന്ന ശരീരത്തിൽ അടുത്ത ജന്മത്തിലും പിന്നത്തെ ജന്മത്തിലുമെല്ലാം പ്രതിഫലിക്കുന്നു. മരിച്ച ശേഷമുള്ള ഒരു അലൗകിക ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പം ഇവിടെ പ്രതിധ്വനിക്കുന്നുണ്ട്.
പിതൃലോകത്ത് നിന്ന് ഈ ലോകത്തിൻ്റെ ഐശ്വര്യം നോക്കിക്കാണാമെന്ന ഒരു സങ്കല്പവും ഇവിടെ ധ്വനിക്കുന്നു. ഉപഭോഗ വസ്തുക്കൾ വരും തലമുറയ്ക്ക് കരുതി വെക്കുന്ന പ്രവൃത്തിയും ഇവിടെ വെളിവാക്കുന്നു. ധനവും ധാന്യവും ജ്ഞാനവും ഇവിടെ ഇന്ദ്രനോട് തലമുറകൾ കൈമാറണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ ഐശ്വര്യപൂർണമാക്കുന്ന ഈശ്വരനായ ഇന്ദ്രദേവൻ സർവവ്യാപകനായ പരമേശ്വരനാണ്. അദ്ദേഹം വിജ്ഞനും സംരക്ഷകനും എന്ന നിലയിൽ ശ്രുതികൾക്ക് വിഷയമാണ്. ശ്രുതികൾക്ക് എന്ന് വെച്ചാൽ വേദമന്ത്ര ആലാപനത്തിന് വിഷയമാണ്. ആ ഇന്ദ്രൻ പ്രപഞ്ച ചൈതന്യമാണ്. നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതും അതിന് ശാസ്ത്രജ്ഞന്മാരെ തയ്യാറാക്കുന്നതും സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതും ഓരോ തരത്തിലുള്ള ഡെവലപ്മെന്റുകളെല്ലാം പ്രകൃതി മനുഷ്യന് നൽകിയിരിക്കുന്ന ബുദ്ധി വൈഭവത്തിന്റെ പ്രയോഗത്തിലൂടെയാണ് നടക്കുന്നത്. ദ്രഷ്ടാക്കളായ ഋഷിമാർക്ക്, മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാർക്ക് വേദമന്ത്രങ്ങൾ വെളിവാക്കി കൊടുക്കുന്നതും ഇന്ദ്രമഹാദേവനാണ്. ONV കുറുപ്പിന് കഴിവ് കവിത, അതുപോലെ തന്നെ മഹാകവി ഉള്ളൂരിന് നാരായണ ഗുരുദേവന് പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ നമ്മളുടെ MT വാസുദേവൻ നായർക്ക് എഴുതാനുള്ളത്, ഇങ്ങനെ എടുത്തു നോക്കിയാൽ തകഴി ശിവശങ്കരപിള്ളയ്ക്ക് നോവൽ എഴുതാൻ, ഇതെല്ലാം എല്ലാവർക്കും ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? എല്ലാ മനുഷ്യർക്കും മൂക്കുണ്ട്, നാക്കുണ്ട്, ത്വക്കുണ്ട്, ചെവിയുണ്ട്, എല്ലാം ഉണ്ട്. ഇവർക്കും അതൊക്കെ ഉണ്ട്. എന്തേ തകഴി ശിവശങ്കരപിള്ളയെ പോലെ, ONV കുറുപ്പിനെ പോലെ, കുമാരനാശാനെ പോലെ നമുക്ക് എഴുതാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ചില പ്രത്യേക വ്യക്തികൾക്ക് പ്രകൃതി കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ് അതെല്ലാം. അതുകൊണ്ട് വേദമന്ത്രങ്ങൾ എഴുതിയ ഋഷിമാർക്ക് വേദമന്ത്രങ്ങൾ എഴുതാനുള്ള കഴിവ് കൊടുക്കേണ്ടായി. നാരായണീയ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിനെ കൊണ്ടും ജ്ഞാനപ്പാന എഴുതിച്ച പൂന്താനത്തെ കൊണ്ടൊക്കെ എഴുതിച്ചത് അവർക്കും ഈ 400-450 വർഷമായിട്ടും അതിന് തുല്യമായിട്ട് വേറൊരു ഗ്രന്ഥം ഉണ്ടാവാതിരിക്കാൻ കാരണം എന്താ? ഇത് തന്നെയാണ്. ഓരോരുത്തർക്കും യേശുദാസനെ കൊണ്ട് പാട്ടുപാടാൻ പറയിപ്പിച്ചു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുത്തതും ഈ പ്രപഞ്ചത്തിന്റെ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് എന്ന ഇന്ദ്രമഹാദേവൻ തന്നെയാണ്. കൂടാതെ അദ്ദേഹം അന്തർഗതനാണ്, പുറത്തുനിന്ന് നോക്കിയാൽ കാണില്ല. എല്ലാവരുടെയും അകത്തും എല്ലാവരുടെയും പുറത്തുമുണ്ട്. തത് അന്തരസ്യ സർവസ്യ തതു സർവസ്യാസ്യ ബാഹ്യത. പണ്ഡിത പാമര ബാല വൃദ്ധ ഭേദം കൂടാതെ ആരുടെയും അഭ്യർത്ഥന അദ്ദേഹം ഉൾക്കൊള്ളുന്നുണ്ട്. ഇന്ദ്രന് പ്രപഞ്ചത്തിന് പണ്ഡിതനെന്നോ സമ്പന്നനെന്നോ പാമരനെന്നോ പാവപ്പെട്ടവനെന്നോ ദരിദ്രനെന്നോ ഒരു വ്യത്യാസവും ഇല്ല. LDF ആയാലും വിരോധമില്ല, UDF ആയാലും വിരോധമില്ല. ആ നിലയിൽ ഇന്ദ്രനോട് ലൗകികമായ ജീവിതത്തിന് ആവശ്യമായ ധനധാന്യങ്ങൾ അഭ്യർത്ഥിക്കുന്നവന് കൊടുക്കുന്നു. പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണെങ്കിൽ യജ്ഞ ഗവേഷണാദി സത്കർമ്മങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നവനുമാണ്. സകല യജ്ഞങ്ങളിലും, യാഗശാലയിലെ യജ്ഞം മാത്രമല്ല, സകല യജ്ഞങ്ങളിലും വയലില് വിത്ത് വിതറിയാൽ ആ പ്രകൃതിയാണ് അതിനെ മുളപ്പിക്കുന്നത്, ആ പ്രകൃതിയാണ് അതിനെ വളർത്തുന്നത്, ആ പ്രകൃതിയാണ് അതിൽ പൂവുണ്ടാക്കുന്നത്, ആ പ്രകൃതിയാണ് പോളിനേഷന് കാരണമായിട്ടുള്ള വീവിൾസിനെ ഉണ്ടാക്കുന്നത്, ആ പ്രകൃതിയാണ് പൂവിനെ നെല്ലും ഗോതമ്പും ഒക്കെ ആക്കി മാറ്റുന്നത്. അപ്പോ എല്ലാം തരുന്നത് പ്രകൃതിയാണ്. യജ്ഞ ഗവേഷണാദി സത്കർമ്മങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നവനുമാണ്. യജ്ഞ ഫലദായകനും യജ്ഞരക്ഷകനും തന്നെയാണ് ഈ പ്രകൃതി. അതുകൊണ്ട് ഓർമ്മിക്കുക, ശത്രു മിത്രഭേദം കൂടാതെ, ധനവാൻ ദരിദ്രൻ എന്ന ഭേദം കൂടാതെ എല്ലാ മനുഷ്യരും പരമേശ്വരന്റെ മുന്നിൽ നമ്രശിരസ്കരാകുന്നു. പരമേശ്വരനു വേണ്ടി സർവസമർപ്പണം നടത്തുന്നവൻ നാനാതരത്തിൽപ്പെട്ട മഹാത്മാക്കളായി തീരുന്നു. അവർ വിദ്വാന്റെയും ചക്രവർത്തിയുടെയും സൗഖ്യം അനുഭവിക്കുന്നു. സമർപ്പണ ബുദ്ധി ഇല്ലാത്തവർ ഒരിക്കലും ഒരിടത്തും എത്തിച്ചേരുന്നില്ല. അതിനാൽ സമർപ്പണം, നമ്മുടെ അറിവ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഊർജം, ഇതെല്ലാം സമർപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിലേ നമുക്ക് ത്യാഗേനൈകേ അമൃതത്വമാനശുഹും. അതിനാൽ ശ്രേഷ്ഠ ഗുണങ്ങളുള്ളവൻ ഈശ്വരാനുഗ്രഹ യോഗ്യനാണ്. അയാൾ അത്യന്തം ശ്രേഷ്ഠവും മഹത്തും പരിപൂർണവുമായ സർവസ്വത്തെല്ലാം തെല്ലും ശങ്കയ്ക്ക് ഇടകൂടാതെ ഇന്ദ്രപ്രഭുവിന്, പ്രകൃതിക്ക്, പ്രപഞ്ചത്തിന്, നന്മയ്ക്ക് സമർപ്പിക്കുന്നതായിട്ട് ഇന്ദ്രായ സ്വാഹ ഇന്ദ്രായ ഇദം നമഃ, അഗ്നയേ സ്വാഹ അഗ്നയേ ഇദം നമഃ, വൈശ്വാനരായ സ്വാഹ വൈശ്വാനരായ ഇദം നമഃ. ഇത് എന്റേതല്ല, ഇത് നിങ്ങളുടേതാണ്. നമഃ, ദിസ് ഡസ് നോട്ട് ബിലോങ് ടു മീ, ദിസ് ബിലോങ്സ് ടു യു എന്ന് പറഞ്ഞ് തന്നെ പ്രകൃതിയെ മുമ്പിൽ കണ്ടുകൊണ്ട് പവമാനസോമായ പവമാനസോമായ ഇദം നമഃ, വായവേ സ്വാഹ വായവേ ഇദം നമഃ, സൂര്യായ സ്വാഹ സൂര്യായ ഇദം നമഃ.
എന്ത് ഭംഗിയായിട്ടുള്ള മന്ത്രങ്ങളാ. ഇതം നമമ എന്ന് ചേർക്കാതെ ഒരു വേദമന്ത്രവും ഇല്ല. ഇത് എൻ്റേതല്ല, ഇത് പ്രകൃതി എനിക്ക് തന്നതാണ്. ഞാനിതാ ഇതിൻ്റെ ഒരു അംശം അവിടത്തേക്ക് തിരിച്ചു തന്ന് പ്രസാദ രൂപത്തിൽ ഞാനിതാ സ്വീകരിക്കുന്നു. അയാൾ അത്യന്തം ശ്രേഷ്ഠവും മഹത്വം പരിപൂർണവുമായ സർവസ്വത്തെയും തെല്ലും ശങ്കയ്ക്കിടകൂടാതെ ഇന്ദ്രപ്രഭുവിന് സമർപ്പിക്കുന്നു. ഇപ്രകാരം ചെയ്യുന്നവൻ മഹാദാനിയാണ്. മാനസികമായിട്ട് ദാനം ചെയ്യാനുള്ള കഴിവും വികാരവും വിചാരവും ഉള്ളവനാണ്. മഹാദാനം ചെയ്തവൻ മഹാഭാഗ്യവാൻ. അതിന് കാരണമുണ്ട്. ഇന്ദ്രന്റെ ഓരോ ആദാനവും വർദ്ധിച്ച പ്രധാനവുമായി മാറും. ഐശ്വര്യത്തിന് ത്യാഗബുദ്ധി വേണം എന്ന് കൂടി മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ മണ്ഡലത്തിലെ 9ാമത്തെ സൂക്തത്തിലെ 10 ഋക്കുകളുടെ വിവരണമാണ് ഇപ്പൊ കേട്ടത് പ്രാർത്ഥനാ രൂപത്തിൽ. ഇതില് എവിടെയെങ്കിലും മനുഷ്യനെ പാപിയായിട്ട് പറയുന്നുണ്ടോ? തിന്മകൾ സൂചിപ്പിക്കുന്നുണ്ടോ? നന്മകൾ മാത്രമാണ്. നന്മകളുടെ വരികളാണ് ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കുക. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇത് വേദം പഠിക്കാനല്ല, വേദം ബൈഹാർട്ടാക്കാനല്ല, ഈ അർത്ഥ സന്ദേശങ്ങൾ എക്കാലവും തലയിൽ വെച്ചുകൊണ്ടിരിക്കാനും അല്ല. ചിലപ്പോൾ സാധിച്ചു എന്ന് വരും കുറച്ചൊക്കെ. പക്ഷെ ഒരു ലക്ഷ്യമുള്ളത്, നമ്മുടെ വേദം ഹൈന്ദവ വേദം എന്താണ്, ഹൈന്ദവ വേദം എന്തല്ല. ഇതൊന്ന് നിങ്ങൾ ആരോടെങ്കിലൊക്കെ സംസാരിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ, സോഷ്യൽ മീഡിയയുമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവർ വരുമ്പോൾ ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കൂടിയാണ്. ഇനി നമുക്ക് നമ്മുടെ ധർമ്മം ലോകമെമ്പാടും 2 കയ്യും നീട്ടി സ്വീകരിക്കുന്ന ആ ഹിന്ദു ധർമ്മത്തിന്റെ മഹത്വം അറിയാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നിന്റെ ധാരണ തെറ്റാണ്, ഇതാണ് യഥാർത്ഥത്തിൽ വേദം പറയുന്നത്. അതില് വരേണ്യവർഗമില്ല, സവർണരില്ല, ബ്രാഹ്മണരില്ല, ജാതി മത ഇസ വർഗ വർണ്ണ ഭാഷാ വ്യത്യാസമില്ല, അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, ധനവാനും ദരിദ്രനും വ്യത്യാസമില്ല, ഉയർന്നവനും താഴ്ന്നവനും വ്യത്യാസമില്ല. ഇന്ന് നമ്മൾ കേട്ടതാണത്.